ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായി ഇരിക്കുകയാണെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു കാൻഡിൽ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കാൻഡിൽ വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മരക്കമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു ചെടിയുടെ കമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിൾ വെച്ചിട്ടോ ഏത് തരം ചെടിയുടെ കമ്പ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ കമ്പിൽ ജസ്റ്റ് അതൊന്ന് തുടച്ചു കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് അക്രോളിക് പെയിന്റ് ആണ് കേട്ടോ. അത് ഞാൻ ബ്ലാക്ക് കളറ് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മരത്തിന്റെ കമ്പോ എന്ത് കമ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ഭംഗിയാവും നമ്മൾ ഈ ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറ്, താഴോട്ടൊക്കെ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ആ കമ്പിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു ഗ്രീൻ അക്രോളിക് പെയിന്റ് ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണേ. അപ്പം ഞാനിവിടെ പെയിൻ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടോ, ഞാനിവിടെ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ കാൻഡിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ക്രയോൺസ് ആണ് കേട്ടോ, സ്കൈ ബ്ലൂ കളറാണ്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ജസ്റ്റ് ഞാനൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതൊന്ന് ഉരുകി കിട്ടും നമുക്ക് കേട്ടോ. അപ്പം ഞാനത് ആ വെള്ളം അതുപോലെ ആ പാത്രത്തിൽ അങ്ങനെ തന്നെ എടുത്തു കൊടുന്ന് വെച്ചിട്ടുണ്ട്. അത് ചൂട് ആറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് കട്ട പിടിച്ചു പോവും, അതുകൊണ്ടാണേ. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്ത് ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള വാട്ടറാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് അതിലൊന്ന് നമ്മൾ ഈ വിരലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കാൻഡിൽ ഉരുക്കിയിട്ടുള്ള അതിലൊന്ന് വിരൽ മുക്കി കൊടുക്കുക. എന്നിട്ട് ആ തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി വിരൽ ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടർന്ന് കിട്ടും. അപ്പം നമ്മൾ വീണ്ടും ഈ ചൂടായിട്ടിരിക്കുന്ന ആ മെഴുകിലൊന്ന് മുക്കിയിട്ട് ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ആ കമ്പിൽ അത് ഒട്ടിയിരുന്നോളൂ. അപ്പം നമുക്കതുപോലെ മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഈ കാൻഡിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഹോട്ട് വാട്ടർ അങ്ങനെ തന്നെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. നമുക്കിതിൽ വേറെ ഏത് ടൈപ്പ് ഓഫ് കളേഴ്സും വേണമെങ്കിൽ ഇതുപോലെ ക്രയോൺസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ക്രയോൺസ് ഇല്ലെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഇതുപോലെ തന്നെ വീട്ടിലുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി അതെല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ. അപ്പം അത് ഇതുപോലെ നമ്മൾ മെഴുക് ഉരുക്കിയിട്ട് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇതുപോലെ നമുക്ക് ഫ്ലവറൊക്കെ മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം കണ്ടോ, ഞാനിത് നമ്മൾ 2 വിരൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ ഒരൊറ്റ വിരൽ വെച്ചിട്ട് ചെയ്യാം, 3 വിരൽ വെച്ചിട്ട് ചെയ്യാം. നമുക്ക് പല ഷേപ്പിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഈർക്കിൾ വെച്ചിട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈർക്കിൾ ഞാൻ സാധാ നമ്മുടെ ഓലയുടെ ഈർക്കിളാണ്. അത് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു ഗ്രീൻ അക്രിലിക് പെയിന്റ് ആട്ടോ അത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ വെറും കാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ പൂവ് കിട്ടും ഇതുപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യൂ. അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.